പക്ഷേ ചായ കുടിക്കേ കുടിക്കാം. പണ്ടേ അങ്ങനെ ഒരു ചായ കുടിച്ച ഒരു റീൽ ഓർമ്മ റീലാ മറ്റേ പിന്നെ അത് നല്ല രസമുണ്ട്. ആൾക്കാർ പിന്നെ വൈറലായിട്ടുണ്ട്. കാരണം ഞാൻ കുടിച്ചോണ്ടിരിക്കുമ്പോ ഈ ഓരോ ഇടയിൽ എങ്ങനെ ഇന്റർഫിയർ ചെയ്യും അല്ലേ? അവസാനം കുടിക്കാൻ സംഭവിക്കില്ല. അവസാനം കളഞ്ഞിട്ട് റീൽ ഉണ്ടായ സംഭവം എന്താ എങ്ങനെ അറിയാം? ഞാൻ ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്തേ ഒരാള് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്റെ വൈഫ് ചായ കൊണ്ടു കൊടുത്തു. ചായ കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹം ചായ ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ചായ ഇങ്ങനെ കുടിക്കുന്നതോടുകൂടി വൈഫ് ചോദിക്കും കുട്ടികളെ വർത്താനം എന്താ? അപ്പൊ ഇങ്ങനെ പിന്നെ എങ്ങനെ ചോദിക്കുമ്പോ പിന്നെ അവിടുത്തെ അത് പിന്നെ ഇതിങ്ങനെ അപ്പൊ ഞാൻ സത്യത്തില് ആക്സിഡന്റ് ആയി ഇങ്ങനെ കിടക്കല്ലേ, ഇതിങ്ങനെ കണ്ടപ്പോ എനിക്ക് ചിരി വന്ന് അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇതുപോലെ സംഭവം കേൾക്കേണ്ട ഭാഗത്തുനിന്ന്. അങ്ങനെ നമ്മൾ ഓരോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണല്ലോ ഓരോ സ്കിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്കിറ്റ് ചെയ്താലോ? ഇപ്പോഴോ? റീല് അല്ല, വിഷയം പറയുകയാണെന്ന് വെച്ചെങ്കിൽ അത് നമുക്കാണ് ഒന്ന് വിഷയം പറയാൻ സമയമില്ല. അയാളെ ക്യാരക്ടർ ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ നമ്മൾ ലൈവായിട്ട് അത് ചെയ്യണല്ലേ? അപ്പൊ ഒരു ക്യാരക്ടറാണോ? ക്യാരക്ടറാവും സാധനമൊക്കെ ഒരുപാട് തയ്യാറെടുപ്പൊക്കെ ഉണ്ടോ? എന്താ വീട്ടിൽ കുറച്ച് പണി ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ പരിപാടി? പണിയൊന്നും ഇല്ലേ? പണിയെന്നല്ല എന്തോരം സമയത്തെ പണിക്ക് ആളറിയാം. ഇപ്പൊ പണിയില്ല, ആകെ കഷ്ടപ്പാടാണേ. അതായത് ഞാൻ പണ്ട് കുറെ തെങ്ങ് കയറാൻ പോയി, ഇപ്പൊ തെങ്ങ് കയറാനൊന്നും ഇല്ല. പിന്നെ അതുപോലെ ഇപ്പൊ പിന്നെ തെങ്ങിന് തടം തുറക്കാൻ പോകും, അതും ഇപ്പോൾ ഇല്ല. അപ്പൊ അതുപോലെ ഞാൻ പല പണിക്ക് പെയിന്റിങ്ങിന് പോകും. പെയിന്റിങ്ങിന് പോകാൻ ആരും ഇപ്പൊ പെയിന്റ് അടിക്കണമെന്നില്ല, ഒക്കെ നമ്മൾ വിളിക്കണമെന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ കക്കൂസ് വരാൻ പോകും, അപ്പൊ അതും ഇല്ല. കക്കൂസ് വരാൻ ഇപ്പൊ എല്ലാരും ഡയറ്റിങ്ങിലല്ലേ, ആരും അതൊന്നും ഇല്ല. ഇപ്പൊ അപ്പൊ അതൊന്നുമില്ല. അല്ല, എന്റെ വീട്ടിൽ കുറച്ച് തേങ്ങ ഇടാണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ കുറെ ദിവസമായി എന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കണം. പറ്റുമോ? തെങ്ങമ്മക്കാരണ്ടേ? അല്ല പിന്നെ തെങ്ങമ്മ കയറാന്തല്ലേ എനിക്കെന്റെ ഈ നടുവിന്റെ ഇവിടെ ലേശം ഒരു ഇതുണ്ട്. അപ്പൊ തെങ്ങമ്മ കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് വേണ്ട. അപ്പൊ തെങ്ങമ്മ കയറണ്ട. പിന്നെ അവിടെ നമുക്ക് അതിന്റെ കോഴിക്കൂടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടും. കോഴിക്കൂട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോഴിക്കൂട് ക്ലീൻ ആക്കണം. ഇതെന്താ പറയുന്നത്, ഈ കോഴിക്കാട്ടത്തിന്റെ അലർജി ഉണ്ട്. എനിക്ക് ആ തുമ്മലോ കോഴിക്കാട്ടത്തിന്റെ അലർജി തുമ്മൽ തുടങ്ങിയ പിന്നെ എനിക്ക് നിൽക്കാതെ തുമ്മി കോഴിക്കാട്ടം പറ്റില്ല. മൊത്തത്തില് പ്രശ്നമാണ്. മൊത്തത്തിൽ പിന്നെ അതുപോലെ പണിയില്ല. അത് പണിക്ക് പോകാൻ വയ്യ. അതാണ് എന്താ പറയാ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ എന്താ അതെ, റസ്ക് ഒക്കെ എടുക്കാം. പക്ഷെ ഇത് ഭയങ്കര റിസ്ക് ആണ് തിന്നാണേ. അപ്പൊ നമ്മളിങ്ങനെ ചായയിൽ മുക്കിയിട്ട് ഇങ്ങനെ തിന്നാനാണെങ്കിൽ ഒരു കുഴപ്പം. താങ്ക് യു അങ്ങനെ ഒരു അവസരം തന്നേര്. താങ്ക് യു. ഏതായാലും നല്ല വർക്കുകളൊക്കെ കിട്ടട്ടെ. അന്ന് ടീച്ചർ പറഞ്ഞ പോലെ ആ വെള്ള പേപ്പറിൽ കുറിച്ച വരികൾക്കൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാവട്ടെ, അർത്ഥങ്ങൾ ഉണ്ടാവട്ടെ. അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കഷ്ടപ്പാടാ. ബഷീറായിക്കോട്ടെ നമ്മളായിക്കോട്ടെ ഒരു വർക്കിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതം അവിടെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ കലാപരമായിട്ട് എന്തുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് എന്തിനും വിളിക്കട്ടെ, പരസ്യമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ എന്തിനും വിളിക്കും. ഇവിടെ എല്ലാം മിതമായ നിരക്കിൽ ലഭ്യമാകുന്നൊരു കടയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്നതിൽ ബഷീറിൻ്റെ ഈ ഒരു ചാനലിനും പേജിനും എല്ലാത്തിനും അഭിവൃദ്ധി ഉണ്ടാവട്ടെ, പിന്നെ നന്മ ഉണ്ടാവട്ടെ. പ്രേക്ഷകർ നമ്മുടെ വർക്കുകളൊക്കെ ഒന്ന് കണ്ട് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണ് ചീത്ത, ആ വിലയിരുത്തലാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്നാൽ ശരി, കാണട്ടോ.